പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഒരു നിമിഷത്തെ ഓർത്ത് നമുക്ക് ഓരോരുത്തർക്കും നന്ദിയുള്ളവരാകാം. ഈശോയുടെ കൂടെയായിരിക്കുന്ന ഈ ഒരു നിമിഷം ഇത്രത്തോളം ഭാഗ്യമുള്ളതാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ ഉയർത്താം. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും തിരപ്പിറവിക്ക് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ തുടങ്ങുന്ന സമയം കാത്തിരിപ്പിൻ്റെ ദിനങ്ങളാണെന്ന് പലപ്പോഴും വിശേഷിപ്പിക്കുമെങ്കിലും അതിലുപരി എൻ്റെ ഹൃദയത്തെ കാണുന്ന തമ്പുരാനെ എൻ്റെ ഹൃദയം ഒരുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്ന ദിനങ്ങൾ. സ്നേഹമുള്ളവരെ, തിരുസഭ നമ്മുടെ മുമ്പിലേക്ക് വിചിന്തനത്തിനായിട്ട് തരുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളാണ്. ദൈവം ശതാധിപന്റെ വൃത്തിനോട് കരുണ കാണിച്ച നിമിഷങ്ങൾ. ഒരുപക്ഷെ ഒരു ഭാഗം പരിശോധിക്കുമ്പോൾ ക്രിസ്തു യഥാർത്ഥത്തിൽ അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നത് തന്നെ ശതാധിപന്റെ വിശ്വാസ നിമിത്തവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളും കണ്ടിട്ടാണ്. സ്നേഹമുള്ളവരെ, ഓരോ വിശുദ്ധ കുർബാനയിലും ഒരു വിശ്വാസം നമ്മൾ പലപ്പോഴായിട്ട് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതൊരു സാക്ഷ്യമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക എത്രത്തോളം ആഴത്തിലുള്ള ഒരു വിശ്വാസമായിരുന്നു ആ ഒരു ശതാധിപൻ്റെ എന്ന്. കാരണം യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു അടിമയ്ക്കും ഒരിക്കൽ പോലും ഒരു അവകാശവുമില്ല സമൂഹത്തിൽ. പക്ഷേ തൻ്റെ കീഴിലായിരുന്ന 100 പടയാളികളും അല്ലെങ്കിൽ 100 അടിമകളായിരുന്നിട്ടുള്ള അതിന് മുകളിലുള്ളൊരു ശതാധിപൻ എത്രത്തോളം വില ഓരോരുത്തരും കൽപ്പിച്ചു എന്നുള്ള കാര്യം നമ്മൾ കാണുന്നതാണ്. അവരോട് കരുണ കാണിച്ച ആ ഒരു മനുഷ്യൻ്റെ വാക്ക് തമ്പുരാൻ ഒരിക്കൽ പോലും തള്ളിക്കളയുന്നില്ല. ആ ഒരു കരുണയുടെ പ്രവൃത്തി ആ ഒരു വൃത്തിൻ്റെ മേൽ നമ്മൾ കാണുന്നുണ്ട്. ശതാധിപൻ തൻ്റെ വിശ്വാസം ഏറ്റുപറയുന്നുണ്ട്, കർത്താവേ, നീ എൻ്റെ വീട്ടിൽ എഴുന്നള്ളി വരുവാനുള്ള ഭാഗ്യം എനിക്കില്ല, എന്നെ അയോഗ്യനാണ്. അയോഗ്യത ഏറ്റുപറയുമ്പോഴും വിശ്വാസത്താൽ ദൃഢദർശനായി നിൽക്കുമ്പോഴും തമ്പുരാൻ ആ ഒരു മനുഷ്യനെ അഭിനന്ദിക്കുന്നുണ്ട്. അതിലുപരി ആ ഒരു മനുഷ്യൻ്റെ ഹൃദയം കാണുന്നുണ്ട്. നീ ഒരു വാക്ക് മാത്രം ഉച്ചരിച്ചാൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. സ്നേഹമുള്ളവരെ, ഏറ്റെടുക്കുകയും ജീവിതത്തിൽ അത്രത്തോളം ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടതായിട്ടുള്ളൊരു വചനഭാഗമാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ അയോഗ്യതകൾ ഏറ്റുപറഞ്ഞ്, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ എഴുന്നള്ളി വരുവാനുണ്ട്, യോഗ്യത എനിക്കില്ല, നീ ഒരു വാക്ക് മാത്രം ഉച്ചരിച്ചാൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഒരു മനോഭാവത്തിനപ്പുറത്തോട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു പടി കൂടിയാണ് ഇത്. പലപ്പോഴും അയോഗ്യതകൾ ഉണ്ടായിട്ടും ഈ അയോഗ്യതയിൽ എന്നെ തമ്പുരാൻ യോഗ്യനാക്കിയിട്ടും ഒരിക്കൽ പോലും അത് ഏറ്റുപറയാതെയോ തിരിച്ചറിയാതെയോ നമ്മൾ മുന്നോട്ട് പോകുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇത് ഈശോയുടെ കൂടെയായിരിക്കുന്ന ഈ ഒരു നിമിഷം തിരിച്ചറിയാം എത്രത്തോളം നമ്മൾ ഓരോരുത്തരും അയോഗ്യരാണ്. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ തിരിച്ചറിയേണ്ടത് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം. ആ ഒരു ദൈവമാണ് എൻ്റെ അയോഗ്യതകൾ മറന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി താല്പര്യനാകുന്നത്. സ്നേഹമുള്ളവരെ, എത്രത്തോളം നമ്മുടെ ജീവിതം അവന് വേണ്ടി ദാഹിക്കുന്നു. ആ ഒരു ദൈവത്തിന് വേണ്ടി എത്രത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിൽ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഈ ഒരു നിമിഷം നമ്മൾ തന്നെ സർവവും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. കാരണം സുവിശേഷത്തിലുടനീളം തമ്പുരാൻ കരുണ കാണിച്ച് ഒത്തിരിയേറെ വ്യക്തിത്വങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു പ്രവൃത്തിയിലും അവരും തിരിച്ച് തൻ്റെ സഹോദരങ്ങളോട് കരുണ കാണിച്ചതും നമ്മൾ കാണുന്നുണ്ട്. സഖ്യയുടെ ജീവിതം പരിശോധിച്ചാലും പാപിനിയായ മറിയത്തിൻ്റെ ജീവിതം പരിശോധിച്ചാലും അങ്ങനെ ഒത്തിരിയേറെ മനുഷ്യരുടെ ജീവിതത്തിലേക്ക്
കരുണ വർഷിക്കപ്പെടുന്ന ഓരോ നിമിഷവും അതിൻ്റെ പ്രതിദിനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോയുടെ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും. ഇത്രത്തോളം നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കാവോ അത്രത്തോളം ഒരുക്കാൻ നമ്മൾ ഓരോരുത്തരും താല്പര്യരാകണം. നമ്മുടെ ജീവിതം തന്നെ പൂർണ്ണമായിട്ട് തമ്പുരാൻ്റെ കയ്യിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു കരുണയുടെ കൃപയുടെ മണിക്കൂറുകൾ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ ഏറ്റു പറയാം, ഇത്രത്തോളം തമ്പുരാൻ എന്നെ അനുഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം. സ്നേഹമുള്ളവരെ, തിരുസഭ നമ്മൾ ഓരോരുത്തരെയും തിരുപ്പിറവിക്ക് വേണ്ടി ഒരുക്കുന്ന ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതത്തെ ഏറ്റവും വലിയൊരു പുണ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളും കരുണയുള്ളവരായിരിക്കുന്നത് പോലെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ ജീവിതത്തിലേക്കും കരുണ വർഷിക്കും എന്നുള്ള ബോധ്യം. കാരണം ഈ ഒരു ഭാഗത്തിൽ തൻ്റെ ഒരു ഭൃത്തിനോട് കരുണ തോന്നിയിട്ട് ആ ഒരു ശതാധിപൻ തൻ്റെ ഗുരുവും നാഥനുമായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിനക്ക് മാത്രമേ ഇവനെ സൗഖ്യപ്പെടുത്താൻ പറ്റുമുള്ളൂ എന്നുള്ള ബോധ്യത്തിൽ അവർ മനുഷ്യനോട് കരുണ കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും ഒരു ശതാധിപൻ തൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള പടയാളികളോ അടിമകളെയോ ഒരിക്കൽ പോലും വകവയ്ക്കുകയോ മാനിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യേണ്ടതില്ല. അത്രത്തോളം അരാജകത്വമായിരുന്നു ആ ഒരു സമ്പ്രദായത്തിൽ. ഒരു ശതാധിപൻ അധികാരത്തോടും അധികാര സീമയോടും കൂടി പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും തിരിച്ചറിയേണ്ടത് തൻ്റെ കീഴിലുള്ള ഒരാളെപ്പോലും ആ ഒരു മനുഷ്യൻ മാനിക്കുന്നില്ല. പക്ഷേ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ഈ ഒരു മനുഷ്യൻ അവരോരോരുത്തരെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. അവരിൽ ഒരാൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ആ ഒരു മനുഷ്യൻ അർത്ഥനകൾ ചേർത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം ആ ഒരു മനുഷ്യൻ കരുണയുള്ളവനായിരിക്കുന്നു. ഇന്ന് ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഒരു നിമിഷം നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ ചെയ്തികളെല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടെ നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. കാരണം വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് നമ്മൾ ഏറ്റുപറയുക എന്നുള്ളൊരു കാര്യം. അന്ന് ഒരു ശതാധിപൻ തൻ്റെ അയോഗ്യതയെ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഓരോരുത്തരോടും കരുണ താന്നണമേ എന്നുള്ള കാര്യം ബോധിക്കുമ്പോൾ അത്രത്തോളം അയോഗ്യത ആ ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലെ അയോഗ്യതകൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു അയോഗ്യതകൾ മറന്നില്ലെങ്കിലും എൻ്റെ ഒരു എളിയ സഹോദരനോട് കരുണ തോന്നണമേ എന്ന് പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നീ എൻ്റെ വീട്ടിൽ എഴുന്നള്ളി വരാനുള്ള ഒരു ഭാഗ്യം എനിക്കില്ല. ഞാൻ അയോഗ്യനാണ്. എന്നിരുന്നാൽ പോലും ഒരു വാക്ക് മാത്രം ഉച്ചരിച്ചാൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. സ്നേഹമുള്ളവരെ, ഈശോയുടെ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ താഴ്ചകളെയും ഉയർച്ചകളെയും നമ്മുടെ പോരായ്മകളൊക്കെ പറ്റി നമ്മൾ ഓരോരുത്തരും ബോധ്യവാന്മാരാണ്. ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഒരു നിമിഷം പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. പൂർണ്ണമായിട്ട് അവിടെ കൈകളിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കാം. അനുഗ്രഹത്തിൻ്റെ മണിക്കൂറാണ് ഇത്. സ്വർഗം നമുക്ക് വേണ്ടി തുറന്നു തന്ന നിമിഷങ്ങൾ. എത്രയോ മക്കൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലായിട്ടും ഇരു ആലയത്തിലുമായിരുന്നു കൊണ്ട് ഈശോയുടെ സ്നേഹത്തിലേക്ക് ഉറ്റുനോക്കുന്നു. ആ ഒരു കരുണ എൻ്റെ ജീവിതത്തിലേക്കും വർഷിക്കപ്പെടണമേ എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നു. പല മനുഷ്യരെ പലപ്പോഴും പരിചയപ്പെടുമ്പോൾ ഇത്രത്തോളം വേദനയിലും സങ്കടത്തിലുമാണ് അവരോരോരുത്തർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. അവരുടെ ജീവിതം പലപ്പോഴും പരിശോധിക്കുമ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ അഭാവത്തിൽ, ആ ഒരു ബന്ധത്തിൻ്റെ അഭാവത്തിൽ, വ്യക്തിബന്ധങ്ങളുടെ അഭാവത്തിൽ പലപ്പോഴും ഈ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോയുടെ കൂടെയായിരിക്കുന്ന ഒരു നിമിഷം നമ്മൾ ഓരോരുത്തരെയും അനന്തമായിട്ട് സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ആ ഒരു സ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതം ചേർത്ത് വയ്ക്കുന്നതോടൊപ്പം തന്നെ ഒരു ശതാധിപനെ പോലെ എൻ്റെ ജീവിതത്തിലും വിശ്വാസത്തിൻ്റെ ആഴ്ത്ത ഉണ്ടാകുവാൻ വേണ്ടി കർത്താവെ, നീ ഒരു വാക്ക് മാത്രം ഉച്ചരിച്ചാൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. സ്നേഹമുള്ളവരെ, ഈ ഒരു വിശ്വാസം ഏറ്റുപറയുവാനും ആ ഒരു ബോധത്തിൽ നമ്മളെ തന്നെ ഉയർത്താനും നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. നമ്മുടെ വിശ്വാസം ആഴപ്പെടുവാനും നമ്മുടെ പ്രവൃത്തികൾ വിശ്വാസത്തിൽ അടിയോർച്ചതായിട്ട് തീരുമാനം നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും സങ്കടങ്ങളും വേദനകളെല്ലാം ഈ ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. എത്രത്തോളം വേദനിച്ചിട്ടായിരിക്കും ആ ഒരു ശതാധിപൻ ഈശോയുടെ മുമ്പിലേക്ക് വന്നത്. ആ ഒരു ജീവിതം പരിശോധിക്കുമ്പോൾ
അവർക്ക് ആർക്കുമില്ലാത്ത ഒരു കരുണയുടെ ഉപാധി അവർ മനുഷ്യൻ കണ്ടെത്തുന്നുണ്ട്. അത് അവർ സമൂഹം ഒന്നടങ്കം വില കൽപ്പിക്കേണ്ട എന്ന് പറഞ്ഞ തൻ്റെ തന്നെ പടയാളിയായിട്ടുള്ള ഒരു വൃത്തിനോടാണ്. അവർ മനുഷ്യന് വേണ്ടി 100 പേരുടെ അധികാരമുള്ള ഒരു മനുഷ്യൻ സർവ്വലോകങ്ങളുടെ അധിപനായ ഗുരുവിൻ്റെ മുമ്പിൽ എൻ്റെ വൃത്തിനെ സൗഖ്യപ്പെടുത്തുമോ എന്ന് അഭ്യർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, കരുണയുടെ പ്രതിനിധികൾ തൻ്റെ വിശ്വാസം ഏറ്റുപറയുമ്പോഴും അതിൻ്റെ ആഴം മനസ്സിലാക്കുമ്പോഴും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളും ആ ഒരു മനുഷ്യൻ പുറന്തള്ളുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ആ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ആ ഒരു വിശ്വാസം ഏറ്റുപറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും കരുണയോടുകൂടി വർത്തിക്കുന്ന ഓരോ നിമിഷവും നമുക്കുമായിരിക്കാം. അതേ മനോഭാവത്തോടു കൂടെ കർത്താവേ, നീ ഒരു വാക്ക് മാത്രം ഉച്ചരിച്ചാൽ മതി, എൻ്റെ ആത്മാവും എൻ്റെ കുടുംബവും എൻ്റെ സർവവും സുഖം പ്രാപിക്കും. താഴ്ന്ന സ്വരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ദിവ്യകാരനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ, ആരാധന ആരാധന ആരാധന. യേശുവേ, ഞാനങ്ങേ ശരണപ്പെടുന്നു. യേശുവേ, ഞാനങ്ങേ ശരണപ്പെടുന്നു. യേശുവേ, ഞാനങ്ങേ ശരണപ്പെടുന്നു. യേശുവേ, ഞാനങ്ങേ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന.